ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. മറ്റുള്ള ദിവസങ്ങൾ പോലെയല്ല, ഞായറാഴ്ചകളിൽ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇന്നൊരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകണം. പുറത്ത് പോകുന്നത് കൊണ്ട് ഇന്ന് തേജുവിൻ്റെ ഒരു ദിവസം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തേജുവിൻ്റെ മാരകമായ പല്ലുതേപ്പാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ഇത് ക്യാമറ കണ്ടതിൻ്റെ അഹങ്കാരമൊന്നുമല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. ചിങ്ങമാസമല്ലേ, രാവിലെ പൂക്കളം ഇടാൻ പൂക്കൾ ശേഖരിക്കുന്ന തിരക്കിലാണ് തേജു. ചുവപ്പ് പൂവാണോ പറിക്കാം? അങ്ങനെ ചുവന്ന പൂവും തിരക്കി ഞങ്ങൾ പറമ്പിലൂടെ നടന്നു. അതാ അവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞൻ ചുവന്ന പൂവ്. അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ പറിച്ച് സെറ്റാക്കി. ഗ്ലാസ് വാങ്ങിയതിൽ പിന്നെ തേജ് ഇങ്ങനെയാണ്. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കണ്ണട മുഖ്യം മികിലേ. മിക്കവാറും കല്യാണത്തിന് പോകുമ്പോൾ ഞാനിത് ഒളിപ്പിച്ച് വെക്കേണ്ടി വരും. അങ്ങനെ അച്ഛമ്മയും മകനും കൂടി പൂക്കളം ഇട്ടു. തേജിന് രാവിലത്തെ പാലും മുട്ടയും നിർബന്ധമാണ്, അതുപോലെ കാർട്ടൂണും. ഇത് ഡാൻസ് കളിക്കാനാണ് പാട്ട് വെച്ചത് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അപ്പം നൽകാനാണ് ഈ പാട്ട്. കളിക്കുമ്പോൾ കഴിപ്പിക്കാനും എളുപ്പമാണല്ലോ. ഇതാ ഇങ്ങനെ. അങ്ങനെ അപ്പം തിന്നൽ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കുളിക്കാൻ നീ വരുന്നില്ലേ? കല്യാണത്തിന് ഇരുന്നില്ലേ? പോണ്ടേ? കുളിക്കാൻ മടിയായിട്ടാ? അങ്ങനെ കല്യാണത്തിന് പോകാൻ റെഡിയായി. ഇത് ഓഡിറ്റോറിയത്തിനടുത്തുള്ള അമ്പലക്കുളമാണ്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. ആദ്യമായാണ് ഒരു ഇവന്റിൽ സമയത്തിന് മുന്നേ എത്തുന്നത്. മുഹൂർത്തം വൈകിയത് ഭാഗ്യം. ഇനി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാം. പേര് നവതേജ്. ആവശ്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സന്ദർശിക്കൂ. Wherever you go, I am there, തേജു. അങ്ങനെ നമ്മുടെ ചാച്ചുവും കല്യാണത്തിന് എത്തിയിട്ടുണ്ട്. ഡാൻസ് ഇല്ലാതെ എന്ത് കല്യാണം? നേരത്തെ ഒരു അമ്പലക്കുളത്തിൻ്റെ കവാടം കണ്ടില്ലേ? ആ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വിശ്വാസപരമായി ഞാൻ അല്പം പിറകിലാണെങ്കിലും ഈ അമ്പലങ്ങളിൽ നിശബ്ദമായ അന്തരീക്ഷം എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ എത്തിയത് പൂജയുടെ സമയത്താണ്. ഉച്ചനേരത്തെ ഇവിടെ വളരെ തണുത്ത ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കോവിലുകളും അതിലെ പ്രതിഷ്ഠകളും കാണാൻ തന്നെ മനോഹരമായിരിക്കുന്നു. പല മൂർത്തികളുടെ പേരുകൾ എനിക്കറിയില്ലായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പേര് മുച്ചിലോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം എന്നാണ്. ക്ഷേത്രത്തിനകത്തും പുറത്തും നല്ല തണലാണ്. അങ്ങനെ ഞങ്ങൾ കല്യാണ സദ്യ പായസം കൂട്ടിക്കഴിച്ച് നേരെ പോയത് ഏട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളും മാമനും വീട്ടിൽ തന്നെ ഉണ്ടാകും. കാണുന്നല്ല കുരുത്തകേട് ഭയങ്കര. ആ പിന്നെ ഏട്ടന്റെ വീടൊക്കെ ഇറങ്ങാം. ഏട്ടന്റെ വീടൊക്കെ ഇറങ്ങാം.
അങ്ങനെ അവിടുത്തെ കുറച്ച് കുരുത്തക്കേടും നുണകളും പറഞ്ഞ് ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ചു. അവിടെ ഒരു വീട്ടിൽ പോവാം. ഇതിലൂടെ പോകുമ്പോൾ ഇപ്പോഴും എന്നെ സിയുക്ക് മാടി വിളിക്കാറുണ്ട്. എന്നെയും ഉറങ്ങുന്ന കുഞ്ഞിനെയും നമ്മുടെ ബുള്ളറ്റിനെയും പോസ്റ്റാക്കി ഏട്ടൻ സലൂണിൽ മുടികെട്ടാൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെ ബോറടിച്ച് നിൽക്കുമ്പോഴാണ് പഴയ ആ വായ്നോട്ടം ഇനിയും ഞാൻ മറന്നിട്ടില്ല എന്ന പരമമായ സത്യം തിരിച്ചറിഞ്ഞത്. അല്പം നേരത്തെ ഉറക്കം കഴിഞ്ഞ് തേച്ച് എഴുന്നേറ്റു. പിന്നെ ഞങ്ങൾ ബസ്സിനും കാറിനും ടാറ്റയ്ക്ക് കളിച്ചു. അങ്ങനെ വീട്ടിലെത്തി കുപ്പായം മാറിയപ്പോഴാണ് സമാധാനമായത്. വീട്ടിലച്ഛൻ മീഷോയിൽ നിന്ന് ഒരു ടാങ്ക് അലറാം വാങ്ങിയിട്ടുണ്ട്. അത് ഫിറ്റ് ചെയ്യലായി അടുത്ത പണി. അങ്ങനെ ഫിറ്റ് ചെയ്തപ്പോൾ മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷകളിലും ആ അലറാം ടാങ്ക് നിറഞ്ഞു എന്നറിയിച്ചു. അതൊന്നും പ്രശ്നമില്ല, കാര്യം നടന്നാൽ മതിയല്ലോ. ഇനി കുറച്ച് കല്യാണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സുജേച്ചിയുടെ അടുത്ത് പോയി. ഒളിപ്പിച്ച കണ്ണട എടുത്തുകൊണ്ട് അവൻ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ലൈഫ് ഹിൽഗയി എന്ന വെബ് സീരീസ് കണ്ടു. ഞാൻ കണ്ടതല്ല, നിങ്ങൾ കാണുന്നത് തേജുവിൻ്റെ ചില പ്രത്യേക കുരുത്തക്കേടുകളാണ്. വായിൻ്റെ അകത്ത് പഴം വെച്ചാൽ അത് എവിടെ പോകുന്നു എന്നാണ് അവൻ അന്വേഷിക്കുന്നത്. ശേഷം ചിക്കൻ കഷ്ണവും കൂട്ടി ദോശ തിന്നുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.